ഗണപതി ഏകദന്തനായി മാറിയതിനു പിന്നിലുള്ള കഥ കേട്ടിട്ടുണ്ടോ? ഇതിനു പിന്നിൽ രണ്ട് കഥകൾ നിലനിൽക്കുന്നുണ്ട്. ദ്വാപരയുഗത്തിന്റെ അവസാന കാലത്ത് വേദവ്യാസ മഹർഷി മഹാഭാരതം എന്ന മഹാകാവ്യം ലോകത്തിന് നൽകുവാൻ തീരുമാനിച്ചു. അത്രയും വലിയ ഗ്രന്ഥം എഴുതി പകർത്തുവാൻ ഒരു സാധാരണ എഴുത്തുകാരന് കഴിയില്ലെന്ന് മനസ്സിലാക്കിയ വ്യാസമഹർഷി ബ്രഹ്മാവിനെ സമീപിച്ചു. ഈ മഹത് ഗ്രന്ഥം എഴുതുവാൻ എന്തുകൊണ്ടും യോഗ്യൻ ഗണപതിയാണെന്ന് ബ്രഹ്മാവ് അറിയിച്ചു. വ്യാസമഹർഷി ഗണപതിയെ സമീപിച്ചപ്പോൾ അദ്ദേഹം അതിൽ സമ്മതിച്ചെങ്കിലും ഒരു നിബന്ധന വെച്ചു. താങ്കൾ ചൊല്ലുന്ന ശ്ലോകങ്ങളിൽ ഒരക്ഷരത്തിന് പോലും ഭംഗം വരരുത്. കാരണം ശ്ലോകം കേട്ടയുടനെ തന്നെ താൻ അത് കുറിച്ചെടുക്കുന്നതാണ്. ഇത് കേട്ട വ്യാസമഹർഷി ഒരു മറു നിബന്ധന വെച്ചു. അങ്ങ് എഴുതുന്നതിന് മുൻപ് ഞാൻ ചൊല്ലുന്ന ഓരോ ശ്ലോകത്തിന്റെയും അർത്ഥം പരിപൂർണമായി ഗ്രഹിച്ചു വേണം രചന തുടരാൻ. സമ്മതമറിയിച്ച ഗണപതി രചന ആരംഭിച്ചു. ഗണപതി അതിവേഗത്തിൽ എഴുതുന്നത് കണ്ട വ്യാസമഹർഷി ഇടയ്ക്ക് അർത്ഥഗൗരവമുള്ള ശ്ലോകങ്ങൾ ചൊല്ലിത്തുടങ്ങി. അങ്ങനെ ഗണപതിക്ക് ചിന്തിക്കാനുള്ള സമയം കൊടുത്തുകൊണ്ട് അടുത്തതായി എഴുതേണ്ട ശ്ലോകത്തെ പിശകുകൾ ഒന്നും കൂടാതെ അദ്ദേഹം മനസ്സിൽ തിട്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു. രചനയ്ക്കിടയിൽ തന്റെ എഴുത്തുകൾ ഒടിഞ്ഞതു കണ്ട ഗണപതി മഹാഭാരതം മുടങ്ങരുത് എന്ന ധർമ്മബോധത്തോടെ സ്വയമേ തന്റെ വലത് കൊമ്പ് ഒടിച്ച് എഴുത്തുകോലായി സ്വീകരിച്ചു. അങ്ങനെ അന്നു മുതൽ അദ്ദേഹം ഏകദന്തൻ എന്നറിയപ്പെട്ടു.